Hi all, welcome back to Career Vine Updates. കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരവുമായി കുടുംബശ്രീ ഇപ്പോൾ ഹരിത കർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലോട്ട് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കുടുംബശ്രീയിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള അതായത് ഹരിത കർമ്മസേന കോർഡിനേറ്റർ പോസ്റ്റുകളിൽ മൊത്തം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1600ഓളം വേക്കൻസിയിലോട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തപാൽ വഴി അപേക്ഷ നൽകുവാൻ സാധിക്കാം. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും, എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള കുടുംബശ്രീ പ്രധാനപ്പെട്ട വേക്കൻസി ആയിട്ടുള്ള ഹരിത കർമ്മസേന കോർഡിനേറ്റർ റിക്രൂട്ട്മെൻറ്റ് 2024 ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 12-ാം തീയതിയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അപേക്ഷ നൽകേണ്ടത് ഓഫ്ലൈനായിട്ടാണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് അതിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് തപാൽ വഴിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അപേക്ഷ എങ്ങനെ ഫില്ല് ചെയ്യാം, അതിൻ്റെ PDF കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 1600ഓളം വേക്കൻസികളാണ് ഹരിത കർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലോട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാലറി ശ്രദ്ധിക്കേണ്ട കാര്യം 25,000 മുതൽ 30,000 വരെ സാലറി ലഭിക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വളരെ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ഒരു വേക്കൻസി തന്നെയാണ്. കാരണം 1600ഓളം വേക്കൻസികൾ എന്ന് പറയുമ്പോൾ ഓരോ ജില്ലകളിലുമായിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലയിലെ ഒഴിവുകളോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഏകദേശം എല്ലാ ജില്ലകളിലും മിനിമം 60, 70, 80-നടുത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുള്ളത് കൊണ്ട് തന്നെ അതത് ജില്ലയിൽ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രായപരിധി ശ്രദ്ധിക്കുക. അതായത് ഹരിത കർമ്മസേന ഈ ഒഴിവുകളോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ പ്രായപരിധി 25 മുതൽ 40 വയസ്സിൻ്റെ ഇടയിൽ, 25-ൻ്റെയും 40-ൻ്റെയും ഇടയിലുള്ള വനിതകൾക്കാണ് ഈ ഒഴിവുകളോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത നേരത്തെ പറഞ്ഞു, ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. ഇനി അപേക്ഷാ ഫീസ് ശ്രദ്ധിക്കുക. കാറ്റഗറി ഈ ഒരു കാറ്റഗറിയിൽ അപേക്ഷ ഫീസായിട്ട് 200 രൂപ നിർബന്ധമാണ് അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ കൊടുക്കണം. അത് അപേക്ഷ ഫീ നിങ്ങൾ DD ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് DD എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് അതത് ജില്ലയിലെ കൃത്യമായിട്ടുള്ള കുടുംബശ്രീ അഡ്രസ്സിലാണ് DD എടുക്കേണ്ടത്. നിങ്ങൾ തൊട്ടടുത്തുള്ള ബാങ്കിൽ കൃത്യമായിട്ട് ആ DD എടുത്ത് ആ DD ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ സെപ്റ്റംബർ 12-ാം തീയതി അത് ജില്ലയിലെ ഓഫീസിലെ അഡ്രസ്സ് നിങ്ങൾ എത്തിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് പോകാം. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. അത് kudumbashree.org കരിയേഴ്സ് എന്നുള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഹരിത കർമ്മസേന കോർഡിനേറ്റർ ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, കോഴിക്കോട് ജില്ല, അതേപോലെ കണ്ണൂർ ജില്ല, പത്തനംതിട്ട, അതേപോലെ മലപ്പുറം, അതേപോലെ കൊല്ലം, ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എറണാകുളത്താണ് അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ജില്ലയുടെയും കൃത്യമായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നാമതായിട്ട് ജസ്റ്റ് ഇവിടെ തൃശ്ശൂർ ജില്ലയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള ആ ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ല നോക്കുകയാണ്, ഹരിത കർമ്മസേന അതായത് PG ലെവലുള്ള ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. PG ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതായത് ഹരിത കർമ്മസേന അതിൻ്റെ സാലറി അതായത് 25,000 രൂപയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻ PGയും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇനി അതേപോലെ തന്നെ ഹരിത കർമ്മസേന കോർഡിനേറ്റർ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏകദേശം 1600ഓളം ഒഴിവുകളിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ 86 ഒഴിവുകൾ ഈ ജില്ലയിൽ മാത്രമുണ്ട്. ഡിഗ്രിയും അതേപോലെ കമ്പ്യൂട്ടർ നോളജുമാണ് വേണ്ടത്. അതിൻ്റെ സാലറി 10,000 രൂപയാണ്. നോർമലി അതായത് ഡിഗ്രി ലെവലുള്ളത് 10,000 രൂപയാണ് സാലറി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ ജില്ലയിലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ നിയമാവലികളൊക്കെ ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്നതിൽ ആ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നോക്കാം. എല്ലാ ജില്ലയിലും സെയിം റൂൾ തന്നെയാണ്. അതായത് അപേക്ഷ 12-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഓഫീസിലെത്തിയിരിക്കണം. അതിൽ പരീക്ഷാ ഫീസായിട്ട് അതായത് ശ്രദ്ധിക്കുക, ജില്ലാ മിഷൻ കോർഡിനേറ്റർ തൃശ്ശൂർ ജില്ലയുടെ പേരിൽ, അതായത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ 200 രൂപയുടെ DD എടുക്കേണ്ടത് ഈ അഡ്രസ്സിലാണ്. അതായത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തൃശ്ശൂർ ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ 200 രൂപയുടെ DD നിങ്ങൾ എടുക്കുക. ആ ഒറിജിനൽ DD നിങ്ങൾ ഇതിൻ്റെ കൂടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി അതേപോലെ പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്,
അതേപോലെ ഫോട്ടോ, അതായത് നിങ്ങളുടെ ഡിഗ്രി യോഗ്യത പ്ലസ് ടു SSLC പ്ലസ് ടു ഡിഗ്രി 3 നിങ്ങൾ വെക്കുക. അതേപോലെ ഫോട്ടോ അടങ്ങിയ പ്രൂഫ്, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ID കാർഡ്, അതിൻ്റെ കോപ്പി. അപ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങളിത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതേപോലെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, മറ്റു നിങ്ങൾക്ക് അത് വെയിറ്റേജ് ലഭിക്കുന്ന കാര്യമാണ്. അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പംഗമാണെങ്കിൽ വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും CDC സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും, അതായത് ഈ പറയുന്ന അയൽക്കൂട്ടത്തിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റ് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ നിങ്ങൾ കുടുംബശ്രീ അതായത് HKS COD 2 അല്ലെങ്കിൽ HKS COD 3 എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു COD 2 എന്നുള്ളത് PG ലെവലുള്ളതാണ്. ഇനി ഡിഗ്രി ലെവലുള്ളതാണെങ്കിൽ COD 3. അപ്പോൾ നോർമലി ഈ ഡിഗ്രി ലെവലുള്ള ഹരിത കർമ്മസേന കോർഡിനേറ്ററാണ്, അതായത് CDS ആണ് എല്ലാവരും അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ COD 3 ആണ്. ഇനി PG ലെവലുള്ളത് ഒരു വേക്കൻസിയാണ്, ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ, ചില ജില്ലകളിൽ വേക്കൻസിയും ഇല്ല. അതുകൊണ്ട് COD 3 എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഓരോ കോഡിലെ തസ്തികയ്ക്കും പ്രത്യേകം അത് ഇനി ഈ പറയുന്ന ഡിഗ്രിയും PGയുമുള്ള അത് COD 2ഉം 3യും അപേക്ഷ കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസും ഓൾറെഡി എല്ലാ ജില്ലയിലും സെയിം സിലബസ് തന്നെയാണ്. 30%, 20% ഓരോ കാറ്റഗറി ആയിട്ട്, അതായത് കുടുംബശ്രീയെ സംബന്ധിച്ചുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ 30%, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള 20%, ഹരിത കർമ്മസേന മാലിന്യ സംസ്കരണം 20%, കറണ്ട് അഫയേഴ്സ് 10, ഇംഗ്ലീഷ് 10, അതേപോലെ റീസണിംഗ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10%. ഇത്രയുമാണ് ഇതിൻ്റെ മാർക്ക് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിവിടെ ഇനി അപേക്ഷ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓരോ ജില്ലയിലും സെപ്പറേറ്റ് സെയിം അപേക്ഷാ ഫോമാണ്. പക്ഷേ ആ അപേക്ഷാ ഫോം നിങ്ങൾ അയക്കേണ്ടത് ഏത് ജില്ലയിലാണ് ആ ജില്ലയിലെ ഓഫീസ് അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടത്. ഇത്ര മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്കിനി അപേക്ഷാ ഫോം നോക്കാം. അപ്പോൾ അതിൻ്റെ അപേക്ഷാ ഫോം നിങ്ങൾ ജസ്റ്റ് ഞാനിവിടെ ഇത് കുടുംബശ്രീ അപേക്ഷ ജില്ലാതലത്തിൽ ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങൾ എല്ലാ ജില്ലയ്ക്കും സെയിം ആയിട്ടുള്ള അപേക്ഷാ ഫോമാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ, ഈ അപേക്ഷാ ഫോമിൻ്റെയും സെപ്പറേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഡയറക്റ്റ് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ കുടുംബശ്രീയുടെ ഹരിത കർമ്മസേന കോർഡിനേറ്റർ CDS ജില്ലാതലത്തിൽ എങ്ങനെ അപേക്ഷ ഫോം ഫില്ല് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു ഫോം മാത്രം, ഈ ഒരു PDF മാത്രം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതിനുശേഷം അപേക്ഷ സമർപ്പിക്കുന്ന തസ്തിക കോഡ് ഉൾപ്പെടെ, അപ്പോൾ നമ്മൾ നേരത്തെ ആ തസ്തികയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ നോട്ടിഫിക്കേഷൻ കാണിച്ചത് അത് CO2 എന്നുള്ള ആ ഒരു തസ്തിക, അത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ CO3 എന്നുള്ള ആ ഒരു കോഡ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, അത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതിൽ അതേപോലെ എഴുതി കൊടുക്കുക. ഇനി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് നിങ്ങൾ അപേക്ഷകൻ്റെ പേര് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം. ജനനത്തീയതി, ആധാർ നമ്പർ, ഇല്ലെങ്കിൽ തിരിച്ചൽ കാർഡ് നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത, ഡിഗ്രിയാണ് മിനിമം വേണ്ടത്, മേൽവിലാസം, അതേപോലെ സ്ഥിര മേൽവിലാസം, നിങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, ഫോൺ നമ്പർ, മൊബൈൽ, ലാൻഡ് നമ്പർ, ഇമെയിൽ വിലാസം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ തെറ്റുകൂടാതെ ഫില്ല് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കുക. ഇനി കാറ്റഗറി ബിയിൽ നിങ്ങൾ കൊടുക്കുക കുടുംബശ്രീ അംഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ കുടുംബശ്രീ അംഗത്വം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ്. അതിൻ്റെ അംഗത്വം ഉൾക്കൊള്ളുന്ന CDS, ADS, അതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയിലുള്ളവർക്ക് കൊടുക്കാനുള്ള ഡാറ്റകൾ മാത്രമേ ഇതിൽ വരുന്നത്. ഇനി അപേക്ഷ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ ഈ അംഗമല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാറ്റഗറി സിയും കൂടി ഫില്ല് ചെയ്യാം. അതായത് അപേക്ഷയും കുടുംബശ്രീ അംഗവും തമ്മിലുള്ള, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കുടുംബശ്രീ അംഗമുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം, ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ആണെങ്കിൽ അത് റേഷൻ കാർഡ് നമ്പർ എഴുതി കൊടുക്കുക. ഇത്രയാണ് ABC കാറ്റഗറി ഉള്ളത്. ഇനി D കാറ്റഗറി ശ്രദ്ധിക്കുക, പ്രവൃത്തി പരിചയം സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ വെയിറ്റേജ് ലഭിക്കുന്ന കാര്യങ്ങളാണ്. സമൂഹാധിഷ്ഠിത പദ്ധതികളിൽ പങ്കെടുത്തുള്ള പരിചയം, അതായത് സ്ഥാപനത്തിൻ്റെ പേര്, പദ്ധതിയുടെ പേര്, ജോലി ചെയ്ത കാലയളവ് എന്നിവ വ്യക്തമായിരിക്കണം. പരിചയം തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടും സമർപ്പിക്കും. ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, ഏത് സ്ഥാപനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടോ ഉണ്ടെങ്കിൽ തസ്തിക പ്രവർത്തന കാലയളവ്, അപ്പോൾ നിങ്ങൾ കുടുംബശ്രീയിൽ ഉണ്ടെങ്കിൽ എത്രയാണ് കാലയളവ് അത് നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കുക. കമ്പ്യൂട്ടർ പ്രാവീണ്യമുണ്ടോ, അപ്പോൾ നിർബന്ധമായും കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉണ്ട്, ഇനി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷ കൊടുക്കുന്നതിന് വിഷയമില്ല. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. 25-ൻ്റെയും 40-ൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇനി കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോഴ്സുകളാണ് കമ്പ്യൂട്ടറിൻ്റെ ഏതൊക്കെയാണ്, ഉദാഹരണത്തിന് MS ഓഫീസ്, എക്സൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി ഉണ്ട്, അതുകൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി ഉള്ളടക്കത്തിൽ എന്തൊക്കെയാണ്, അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിങ്ങളുടെ ജസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ SSLC +2 ഡിഗ്രി വെച്ച് കൊടുക്കുക. ഇനി അതേപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് അത് വെച്ച് കൊടുക്കുക. ഇനി അതേപോലെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് അതും കൂടി വെച്ച് കൊടുക്കുക. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ID കാർഡിൻ്റെ കോപ്പി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ളടക്കം വെക്കുന്നത്, ഒന്ന് SSLC ആണ്, ഒന്ന് ജസ്റ്റ് SSLC +2 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. 2 നിങ്ങളുടെ ID കാർഡ് ഏതാണ് കൊടുക്കുന്നത്. 3
നിങ്ങളുടെ കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് ഉള്ളത് കമ്പ്യൂട്ടർ അതേപോലെ തന്നെ ഏതെങ്കിലും 4ാമത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കുക. അതായത് നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അപേക്ഷ ഫോം ഏത് ജില്ലയിലാണോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂർ ജില്ലയാണ്, തൃശ്ശൂർ ജില്ല കുടുംബശ്രീയുടെ ആ അഡ്രസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് DD 200 രൂപയുടെ DD എടുക്കുക. എന്നിട്ട് അതേ അഡ്രസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് സെപ്റ്റംബർ 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എത്തുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായി കവറിൽ എഴുതുക. ആ ഒരു കവറിൽ എഴുതുന്ന സമയത്ത് കുടുംബശ്രീ അപേക്ഷ എന്ന രീതിയിൽ അപേക്ഷാ ഫോറം കൃത്യമായിട്ട് ആ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബശ്രീയുടെ ആ ഒരു കോഡ് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ ഫോമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ അതായത് HKS COD 2 അതായത് PG ലെവലാണ്. അപ്പോൾ നോർമൽ എല്ലാ ആൾക്കും ഡിഗ്രി ലെവലുള്ളത് HKS COD 3 എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ HKS COD അപ്ലിക്കേഷൻ ഫോം HKS COD 3 എന്നുള്ളത് നിർബന്ധമായ അപ്ലിക്കേഷൻ ഫോം നമുക്ക് എഴുതാം. അതിൽ അല്ലെങ്കിൽ മലയാളത്തിൽ കോഡും അതേപോലെ ഹരിത കർമ്മസേന കോർഡിനേറ്റർ CDS തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായ രീതിയിൽ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ പറയുന്ന 12-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ അതത് ജില്ലാ കോർഡിനേറ്റർ ഓഫീസിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് എറണാകുളം ജില്ലയാണെങ്കിൽ ജില്ലാ കോർഡിനേറ്റർ എറണാകുളം ജില്ലയുടെ പേരിൽ നിങ്ങൾ അഡ്രസ്സിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ ഏത് ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ലയുടെ അഡ്രസ്സിലാണ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയുടെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അത് ജില്ലയുടെ പേരിൽ തന്നെയുള്ള ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് ഈ ഒരു kudumbashree.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ സിലബസ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചത് പ്രകാരം 100% ഓരോന്നും കാറ്റഗറി വൈസ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. നോർമലി ഏകദേശം ഒരു 60-70% കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സർക്കാർ ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നവർക്കൊക്കെ ഈ പറയുന്ന തസ്തിക ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. പരമാവധി നിങ്ങൾ അപേക്ഷ കൊടുത്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണും ഇമെയിലും നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് മൊബൈൽ ഫോണും ഇമെയിൽ ഐഡിയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം അപേക്ഷ കൊടുത്തതിന് ശേഷം കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ കൂടി നടത്തി കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് എന്നുള്ളൊരു ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായിട്ട് അപേക്ഷ പൂരിപ്പിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും കൂടെ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അതേപോലെ ജോബ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.